ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ലീഡ് നേടും, നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ പ്രചരണത്തിന് കുറച്ച് സമയം കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു പ്രയാസം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പ്രചരണം നടത്തിയ മേഖലകളാണ്, പ്രത്യേകിച്ച് ചെമ്പിലോട്, അഞ്ചരക്കണ്ടി, വേങ്ങാട്, പെരളശ്ശേരി, 4 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രചരണം നടന്നത്. ആ മേഖലകളിലാണ് വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം, എന്താ പറയുക, ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റം. ലീഡ് കിട്ടുമെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്തരത്തിൽ അത് ഒരു തരത്തിലാണ് എന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രതീക്ഷിച്ച മേഖലയിൽ, അതായത് അമിതാത്മവിശ്വാസം കൊണ്ട് പ്രചരണത്തിൽ അധികം പോകാത്തൊരു മേഖല ഉണ്ടായിരുന്നു. ആ മേഖലകളിൽ കുറച്ച് പ്രയാസവും നേരിട്ടു. എന്തായാലും വലിയ അഭിമാനകരമായ ഒരു മുന്നേറ്റം തന്നെയാണ്. ഇത് ധർമ്മടത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഞാനത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. ധർമ്മടത്ത് ഓരോ വോട്ടർ എടുത്ത് പോകുമ്പോൾ പിണറായി വിജയനെ തോൽപ്പിക്കണം എന്ന് പറയുന്ന CPM പ്രവർത്തകർ വരെയുണ്ട്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ തോൽക്കണം. അങ്ങനെയാണ് ഒരു പ്രവർത്തകനോട് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ തോൽക്കണം. അങ്ങനെ പറഞ്ഞ് വോട്ട് ചെയ്ത എത്രയോ CPMൻ്റെ പ്രവർത്തകരുണ്ട്. ഏതായാലും ഒരു അത്ഭുതകരമായ, ഇന്ത്യയിലെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ്. 6 റൗണ്ട് പിണറായി വിജയൻ പുറകിലെന്നുള്ളത്. ധർമ്മടത്തെ ജനങ്ങളോട് നന്ദി പറയാണ്. ഈ 10 വർഷക്കാലം തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞു മുതൽ വന്യവയോധിക വരെ ഈ സർക്കാരിൻ്റെ, ഈ ഭരണത്തലവൻ്റെ, പിണറായി വിജയൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ആളുകളുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. തീർച്ചയായും ജനത്തോട് ചെയ്ത സകല തെറ്റും അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ, മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഈ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ സമയത്ത് പറയാനുള്ളത്.